ക്ഷേത്രത്തിലെ പ്രധാന കരാറുകൾ ഇസ്ലാം മതവിശ്വാസിക്ക് നൽകിയാൽ അത് അനുവദിക്കാനാവില്ല. ക്ഷേത്രങ്ങൾ തകർത്ത് കളഞ്ഞവരുടെ പിൻഗാമികളാണ് എന്നത് മറക്കരുത്. ബാങ്കെ ബിഹാരിയിൽ സന്യാസിമാരുടെ പ്രതിഷേധം. ഉത്തർപ്രദേശിലെ മഥുരയിൽ ബാങ്കെ ബിഹാരി ക്ഷേത്രത്തിന്റെ ഇടനാഴികളിലും മുറ്റത്തും ഉരുക്ക് റെയിലിംഗുകൾ സ്ഥാപിക്കുന്നതിനുള്ള കരാർ ഇസ്ലാം മതവിശ്വാസിക്ക് നൽകിയതിൽ വിവാദമുയർത്തി സന്യാസിമാരും ശ്രീകൃഷ്ണ ജന്മഭൂമി സംഘർഷ് ട്രസ്റ്റും. മീററ്റ് ആസ്ഥാനമായ കനിക കൺസ്ട്രക്ഷന്റെ ഉടമ സലീം ഖാന് നൽകിയ കരാർ റദ്ദാക്കണമെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് ഫലാഹാരി മഹാരാജ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചു. സലീം ഖാന് കരാർ നൽകുന്നതിൽ മഥുര ADM-നും പങ്കുണ്ടെന്ന് സംശയമുണ്ട്. രാധാദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും കുടികൊള്ളുന്ന പുണ്യസ്ഥലത്തേക്ക് സനാതന ധർമ്മത്തെ എതിർക്കുന്നവർ പ്രവേശിക്കുന്നത് പ്രദേശവാസികൾ അംഗീകരിക്കില്ല എന്ന് ദിനേശ് ഫലാഹാരി മഹാരാജ് പറഞ്ഞു. ബീഫ് കഴിക്കുന്നവരും ഹിന്ദുക്കളെ അവിശ്വാസികളായി കണക്കാക്കുന്നവരും ബാങ്കെ ബിഹാരിയുടെ മുറ്റത്തേക്ക് വരുന്നത് അംഗീകരിക്കാനാവില്ല. സലീം അഹമ്മദ് ഖാൻ ഇസ്ലാം മതവിശ്വാസിയാണ് എന്നത് മറച്ചുവെച്ചാണ് കരാർ നേടിയതെന്നും ആരോപണമുണ്ട്. ഈ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും ഫലാഹാരി മഹാരാജ് ആവശ്യപ്പെട്ടു. സനാതന സമൂഹത്തിൽ ആയിരക്കണക്കിന് വൈദഗ്ധ്യമുള്ള ഹിന്ദു കോൺട്രാക്ടർമാർ ഉണ്ട്. എന്തിന് അവരെയൊക്കെ അവഗണിച്ച് മുഗളന്മാരുടെ സ്വയം പ്രഖ്യാപിത പിൻഗാമികൾ എന്ന് പറയുന്നവരെ ക്ഷേത്ര പരിസരങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നു? ബാങ്കെ ബിഹാരി ക്ഷേത്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ മുസ്ലിങ്ങൾ പ്രവേശിക്കുന്നത് നിരോധിക്കണം. ഹിന്ദു ക്ഷേത്രങ്ങളുടെ സൗന്ദര്യവൽക്കരണം, അവ നശിപ്പിച്ചവരുടെയും മഥുര, കാശി, അയോധ്യ എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിസ്കാരം നടത്തിയവരുടെയും പിൻഗാമികൾ എന്ന് വിളിക്കപ്പെടുന്നവരെ ഏൽപ്പിക്കുന്നത് ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്നും സന്യാസിമാർ കുറ്റപ്പെടുത്തുന്നു. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ 1864 സ്വാമി ഹരിദാസാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ആദ്യം നിധി ഭവനിൽ ആരാധിച്ചിരുന്ന ഭഗവാന്റെ പ്രതിഷ്ഠ ഇപ്പോൾ പ്രധാന ക്ഷേത്രത്തിലാണ്. ഭഗവാന്റെ ത്രിഭംഗ ആസനത്തെ ബംഗെ എന്ന വാക്കുകൊണ്ടാണ് വിവരിക്കുക. അതായത് 3 സ്ഥലങ്ങളിൽ കുനിഞ്ഞിരിക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. വിഹാരി എന്നാൽ പരമമായ ആസ്വാദകൻ എന്നാണ് അർത്ഥമാക്കുന്നത്. മുൻപ് ഹരിദാസ് സ്വാമി ഈ ദേവതയെ കുഞ്ച് വിഹാരി എന്ന പേരിൽ ആരാധിച്ചിരുന്നു, അതായത് തടാകങ്ങളുടെ ആസ്വാദകൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബംഗെ ബിഹാരി ആനന്ദത്തിന്റെയും ദാതാവാണ്. ഇവിടെ ഭഗവാനെ ഒരു കുട്ടിയെ പോലെയാണ് നിരീക്ഷിക്കുന്നത്. അതിനാൽ അദ്ദേഹത്തിന് നൽകുന്ന സേവനങ്ങൾ ഒരു ചെറിയ കുട്ടിയെ പരിപാലിക്കുന്ന രീതിയിലാണ്. ബിഹാരിജി അല്ലെങ്കിൽ ഠാക്കൂർജി വൃന്ദാവനത്തിന്റെ ജീവൻ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം എല്ലാറ്റിന്റെയും ഉടമയാണ്. സ്വാമി ഹരിദാസ് ഠാക്കൂർ നിധി ഭവനിൽ നിന്ന് ഭഗവാന്റെ കറുത്ത മരവിഗ്രഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും ഭഗവാന്റെ സേവ ആയി കണക്കാക്കപ്പെടുന്നു. 1535 ഉത്തർപ്രദേശിലെ അലിഗഡിനടുത്തുള്ള ഹരിദാസ്പൂരിൽ രാധാഷ്ടമി ദിനത്തിലാണ് സ്വാമി ഹരിദാസ് ജി ജനിച്ചത്. അവരുടെ കുലഗുരു അല്ലെങ്കിൽ കുടുംബഗുരു ശ്രീ ഗർഹാചാര്യ കൃഷ്ണന്റെയും ബലരാമന്റെയും നാമകരണ ചടങ്ങിന് രഹസ്യമായി ബ്രിഡ്ജിൽ സന്ദർശിച്ചു. ഹരിദാസ് ജിയുടെ കുടുംബത്തിലെ ചിലർ പാകിസ്ഥാനിലെ മുൾട്ടാനിലേക്ക് കുടിയേറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് അസുധീർ അലിഗഡിലെ ബ്രിഡ്ജിനടുത്ത് സ്ഥിരതാമസമാക്കി. വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഹരിദാസ് ജി നിത്യാനന്ദം ആസ്വദിക്കാനും സംഗീതം പരിശീലിക്കാനും ഒരു ആളൊഴിഞ്ഞ സ്ഥലം തിരഞ്ഞെടുത്തു. ഈ സ്ഥലമാണ് ഇപ്പോൾ നിധി ഭവൻ എന്നറിയപ്പെടുന്നത്. നിർമ്മാണത്തിലേക്കുള്ള കവാടമായി അദ്ദേഹം കുഞ്ചിലെ വനപ്രദേശം തിരഞ്ഞെടുത്തു. അവിടെ അദ്ദേഹം കൂടുതൽ സമയം ധ്യാനിക്കുകയും പാടുകയും ചെയ്തു. സാധന നേടാൻ അദ്ദേഹത്തിന് അറിയാവുന്ന ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാടുക എന്നതായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.